രാഹുൽ സെലക്റ്റീവ് ആവുന്നു എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ. പക്ഷെ രാഹുൽ സമ്മതിക്കുന്നില്ല എന്നേ ഉള്ളൂ. സെലക്റ്റീവ് ആവുകയാണ് രാഹുൽ. എന്താ തന്റെ തലയില് തലയ്ക്കകത്തല്ല ചാക്കിൽ എന്താണെന്ന് ചോദിച്ചത്? തിരിച്ചാണ് ഞാൻ പറയുന്നത്. എല്ലാവർക്കും സംരക്ഷണം കൊടുക്കണമെന്നാണ്. ശ്രീ ആരിഫ് പറയുന്നത് ആർക്കും സംരക്ഷണം കൊടുക്കണ്ടെന്നാണ്. എന്ത് പറയുന്നു? എങ്കിൽ കോഫി ഹൗസിൽ പോവാം. അയ്യോ, കോഫി ഹൗസിലോ? വേണ്ട വേണ്ട. ശ്രീ ആർ ഡി ബാബു പറയുന്നത് ഇനി പറയാൻ പോകുന്ന ആളാണ് ഈ 5 പേരിൽ ഏറ്റവും അപകടകാരി. പണ്ട് ഹിന്ദുക്കൾ അങ്ങനെ ആയിരുന്നില്ല, ഇന്ന് അങ്ങനെ മാറിയത് മുസ്ലിങ്ങളുടെയും മറ്റു റിയാക്ഷൻ കണ്ടിട്ടാണെന്നാണ്. നമുക്ക് എന്തുകൊണ്ടൊരു നിലപാടെടുത്തുകൂടാ? എല്ലാ മതങ്ങളെയും, ബൈബിളിനെയും ഖുറാനെയും ഗീതയും ഒരേപോലെ ആദരിക്കണം. എല്ലാ സമൂഹങ്ങളെയും ആദരിക്കണം. ആരെയും വിഷമിപ്പിക്കണ്ട. അതാണല്ലോ മതേതരവാദിയായ ഒരു ഇന്ത്യൻ പൗരൻ ചെയ്യേണ്ടത്. ഈ ഒരു അതെടുക്കാൻ കഴിയില്ല. സനാതന ധർമ്മത്തിന് അതെടുക്കാൻ കഴിയില്ല. ഒരു കാര്യം, ബിജെപിയിൽ നിന്ന് വന്ന നല്ല സ്വയം സേവകനായ RSSന്റെ ബാക്ക്ഗ്രൗണ്ട് ഉള്ള മോദിജി അടക്കം നൂപുർ ശർമ്മ വിഷയത്തിൽ തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആൾക്കാരുടെ എതിർപ്പ് മറികടന്നു പോലും ഇന്നുപോലും നൂപുർ ശർമ്മയെ തിരിച്ചു കൊണ്ടുവരാത്തത് ആ മതസൗഹാർദ്ദത്തിന്റെ നിലപാടെടുക്കുന്നുണ്ടല്ലേ? നിങ്ങൾ തന്നെയാണ് വീണ്ടും കൊളാബറേറ്റ് ചെയ്യുന്നത്. ഈ മഹേഷ് ഇവിടെ യഥാർത്ഥത്തിൽ ക്ലാഷ് രണ്ടുപേര് തമ്മിലേ ഉള്ളൂ. ശ്രീ ആരിഫിന്റെ ലിബറൽ പൊസിഷൻ, ഞാൻ എടുക്കുന്ന കൺസർവേറ്റീവ് പൊസിഷൻ. ഞെട്ടണ്ട, ഞങ്ങള് പഴയ സുഹൃത്തുക്കളാ. ഈ കൺസർവേറ്റീവ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കണം. ശ്രീ ആരിഫെടുത്തതിൽ ഇരട്ടത്താപ്പില്ല. ഒറ്റ നിലപാടാണ്. ആരിഫെടുത്തതിൽ ഇരട്ടത്താപ്പില്ല. 98 നേരെ 13ലേക്ക്. ഈ പാമ്പ് എന്നെ എപ്പോഴും വിഴുങ്ങുന്ന അഹങ്കാരമുള്ളമാർക്ക് 98 കടി പറഞ്ഞിട്ടുള്ള കൃത്യമായ നിലപാടാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചമ്മിട്ടില്ല. എന്തോ അല്ല, എന്റെ അമ്മായി നമ്മുടെ മുമ്പിൽ ഒഴിച്ച് എന്നെ തൊഴിൽ പോയില്ലേ. ആരിഫ് ഈ പോസ്റ്റ് ശരിയാണ് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ആരിഫ് പറയുന്നത് ഈ സ്വാതന്ത്ര്യം എല്ലാവർക്കും വേണമെന്നാണ്. അതാണ് സത്യസന്ധത എന്ന് പറയുന്നത്. ഞാൻ ഉദ്ദേശിച്ച സാധനമല്ല. ആരിഫ് സത്യസന്ധമായിട്ട് തന്നെയാണ് പറഞ്ഞത്. കൊടയാട് നേരത്തെ എടുത്തതാ, മാറിപ്പോയതാ. രാഹുലിന്റെ കാര്യത്തിൽ എന്താണ് ഒരു കാര്യം കൂടിയുണ്ട്. ഒരേ ഒന്നുകൂടി പറഞ്ഞേ, ഒന്ന് ഇറങ്ങി പോണോ ഇവിടുന്ന്. ഒരു മുസ്ലിം ലേഡി പൂത്തിരി കത്തിച്ച പോസ്റ്റിന്റെ താഴെ വന്ന വൃത്തികെട്ട കമന്റുകളോടെ ഈ രാഹുൽ ഈശ്വർ എങ്ങനെയാണ് പ്രതികരിച്ചത്? ഒരക്ഷരം മിണ്ടിയിട്ടുണ്ടോ? ഇതാണ് കപടത എന്ന് പറയുന്നത്. അതെ, പറ്റിപ്പോയി. അല്ല ശ്രീ മഞ്ജുഷേ, എല്ലാവരുടെയും അവസരത്തിൽ ആർക്കെങ്കിലും കയറി സംസാരിക്കാൻ അവസരം കൊടുക്കരുത്. ഞാൻ പറയുന്ന അനുസരിച്ചില്ല എങ്കിൽ ഞാൻ എന്റെ വഴിക്ക് പോകട്ടോ. പറഞ്ഞൊന്ന് കൺക്ലൂഡ് ചെയ്യും. വായിലെ നാവ് ശരിയല്ലെങ്കിൽ കേൾക്കേണ്ടി വരും രാഹുലെ. ഞാൻ തിരിച്ചു പറഞ്ഞു തുടങ്ങിയാൽ താങ്കൾ സംസാരിക്കില്ല സാറേ. അതുകൊണ്ട് അങ്ങനെ പറയല്ലേ, മര്യാദ അങ്ങോട്ടും ഇങ്ങോട്ടും. MF ഹുസൈന്റെ വിഷയം വന്നപ്പോ അത് കയ്യിലെടുത്ത് അല്ലെങ്കിൽ മുന്നിലെടുത്ത് ക്യാമ്പയിൻ ചെയ്തത് ഞാനാണ്. ഞങ്ങളുടെ ടീമാണ് കേരള ഹൈക്കോടതിയിൽ പോയി MF ഹുസൈന്റെ എന്ത് പ്രസക്തി ഇന്ത്യയിൽ എന്ത് പ്രസക്തി എന്ന് ചോദിച്ചാൽ എന്ത് പറയാമെങ്കിൽ പറഞ്ഞു കൊടുക്ക. ഞങ്ങൾ പറയുന്നത് തിരിച്ചാണ്. രണ്ടിനുമുള്ള സ്വാതന്ത്ര്യം വേണ്ട, ഉത്തരവാദിത്വം. അത് അപകടമാണ്. ആരായിരുന്നാലും ശരിയാ, ഇവ കേൾക്കൂല. ഓഹോ, ഇവനെ ഞാൻ കേൾപ്പിക്കും. ഓ, എന്നാ രക്ഷപ്പെട്ട്. അതായിക്കോട്ടെ എന്നല്ല, അതാണ് അപകടം. നിങ്ങൾ ഒരാളെ എന്റെ അച്ഛനെ നശിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം ഈ ഇസ്ലാമൈസേഷൻ ഓഫ് പൊളിറ്റിക്സ്. അത് ലോകത്ത് എല്ലായിടത്തും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. ഈ പറയുന്ന ജിഹാദിസം കടന്നു വരുന്നു എന്ന് പറയുന്നത്, അതിനെ തടുക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? മതനിന്ദാ നിയമങ്ങൾ ഇല്ലായ്മ ചെയ്യണം. ഇതാണ് അതിന്റെ ബിഗർ പിക്ചർ. ഇതിന്റെ ബിഗർ ക്യാൻവാസിലുള്ള വിഷയം അതാണ്. അതെ, രാഹുൽ ഈശ്വർ വിശ്വാസിയായിരിക്കെ ഈ പറയുന്ന സംഗതി സത്യത്തിൽ ആർക്കാണ് അനുകൂലം? അത് ജിഹാദികൾക്കാണ് അനുകൂലം. അതാണ് ഇവിടുത്തെ പ്രശ്നം. സത്യത്തിന്റെ ഭാഗത്ത് മാത്രമേ നിൽക്കുള്ളൂ. ആവശ്യമില്ലാത്ത തേറി സത്യം പറയാൻ നീ ആരടാ? ആണോ? എന്നാ ഞാൻ ഹരികുണ്ട. നൈസ് ടു മീറ്റ് യു. ഞാൻ പറഞ്ഞുതരാം രാഹുലെ പറഞ്ഞുതരാം. രാഹുൽ കേൾക്കൂ. നിന്നെ പോലെ കൊറേ എണ്ണത്തിനെ കണ്ടിട്ടുണ്ടാ, കരയിപ്പിച്ചിട്ടുണ്ട്. കയ്യൂക്കൊണ്ടല്ല, നാവിന്റെ ബലത്തില്. ഇവിടെ RV ബാബുവാണ്, ഷാബുവാണിൽ എന്താ പറഞ്ഞത്? ഞങ്ങൾക്കിത് പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത് വൺ സൈഡഡ് ആയിട്ട് ഇതിങ്ങനെ ചെയ്യുമ്പോൾ
ഇത് ഞങ്ങൾ പ്രതികരിക്കാൻ നിർബന്ധിതരാകുന്നു എന്നാണ് പറഞ്ഞത്. ഞങ്ങള് തരേണ്ട ചവിട്ട് ആ വെടിവെപ്പാരൻ നരിക്കിട്ട് തന്നത്. രാഹുൽ ഈശ്വറിന്റെ ഇരട്ടത്താപ്പ് ഞാൻ ഇവിടെ കാണിച്ചു തരാണ്. അപ്പോൾ ഇതേപോലെ അപ്പുറത്തും ഇപ്പുറത്തും ഇല്ലാത്ത രീതിയിൽ ഇതിനെ ഈ രീതിയിൽ പറഞ്ഞു വെക്കുമ്പോൾ ഇത് വളമാകുന്ന ആർക്കാണ്? ഈ മതനിന്ദാ നിയമത്തെ വെപ്പണൈസ് ചെയ്യുന്ന ആളുകൾക്കാണ് ഇത് വളമാകുന്നത്. ഈ മതനിന്ദാ നിയമം വേണമെന്നും അതുപോലെ തന്നെ എല്ലാ മതങ്ങളെയും രക്ഷിക്കണമെന്നും പറയുമ്പോൾ ഇത് സനാതന ധർമ്മത്തിന് പോലും ഇല്ലാത്തൊരു കാഴ്ചപ്പാടാണ്. ഞാൻ പഠിപ്പിച്ചു കൊടുത്തൊന്നുമല്ലട്ടാ. എന്റെ കൈ അത് ശവത്തിന്റെ കൈ മാറിപ്പോയി. ആ സാധനമാണ് വേണമെന്ന് ഈ രാഹുൽ ഈശ്വർ പറയുമ്പോൾ സത്യത്തിൽ ഇത് ആർക്ക് വേണ്ടിയിട്ടാ? അത് ജിഹാദികളുടെ ശബ്ദമാണ്. അത് എന്റെയും ചേട്ടന്റെ ശബ്ദം ഒരേപോലെയാണെന്നുള്ള തോന്നൽ അവിടെ ഉണ്ടാക്കുന്നു. ഓ ഒന്നും പറയണ്ട. രാഹുൽ ഈശ്വർ ഒരു ജിഹാദി കൂട്ടിക്കൊടുപ്പുകാരനാണെന്ന് എനിക്ക് പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. 100% ഞാൻ യോജിക്കുന്നു. ആ പണി നിർത്തുക. ഇതൊക്കെ നമ്മൾ കുറെ ആയി കാണുന്നു രാഹുലെ.